Hi everyone. In this video, we'll be discussing the preparation of a contract account. In class, contract account prepare two situations. One is you're preparing a contract account for a completed contract. The other one is incomplete contract. Complete contract and incomplete contract. So what is complete and incomplete contract? We contract account. Every year final accounts prepare but particular when the time when you are preparing the final accounts, if the contract is already being completed, then you prepare a complete contract account. And final account prepare in the summer the contract complete and then the working progress varum. Anganella case incomplete contract varum. But in this video, complete contract account discuss this is complete contract and incomplete contract difference. Complete contract entire profit P&L account. Incomplete contract contract particular year end entire profit P&L account portion that's a difference in incomplete contract and complete contract. Then question complete contract journal entry. That is complete contract complete contractor full price entry contract account. That is contract complete contract account debtor to contract. Format contract account debtor to contract. Credit side contract contract price amount credit. This is complete contract. Incomplete contract entry very. That's the point. Profit on complete contract this format basically expense contract account expense debit side അതുപോലെ ആ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടുകളും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ആ സ്ഥാനത്ത് കോൺട്രാക്റ്റിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോകുന്ന നമ്മൾ കൊണ്ടുവന്ന എന്തെങ്കിലും മെറ്റീരിയലോ പ്ലാന്റോ പുറത്തേക്ക് പോയാൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും മെറ്റീരിയൽ സൈറ്റും പ്ലാന്റ് സൈറ്റും ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും എന്തെങ്കിലും ഇൻകം നമ്മുടെ കോൺട്രാക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും അതുപോലെ കോൺട്രാക്ട് ഇത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ contract price contract കൊടുക്കുന്ന എൻട്രിയും കൂടി എവിടെ വരും contract accountലെ credit sideൽ വരും. So this is about a contract account. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് സൈഡിൽ എഴുതും. അതുപോലെ നമ്മുടെ കോൺട്രാക്റ്റിന്റെ ഉള്ളിലേക്ക് വന്ന എല്ലാ ഐറ്റംസും പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽ ഇതെല്ലാം നമ്മൾ എവിടെ എഴുതും ഡെബിറ്റ് സൈഡിൽ എഴുതും. കണ്ടോ ആ എക്സ്പെൻസിൽ വരുന്ന ഒരു ഐറ്റമാണ് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് സബ് കോൺട്രാക്ട് കോസ്റ്റ്. സബ് കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സബ് കോൺട്രാക്ട് പെയിന്റിംഗ് വർക്ക് ഇന്റീരിയർ വർക്ക് നമ്മൾ സബ് കോൺട്രാക്ട് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അവർക്കുള്ള പൈസ ഈ കോൺട്രാക്ടർ ആണ് കൊടുക്കേണ്ടി വരിക. കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ ആ എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ വരാം നമ്മൾ ഇവിടേക്ക് തന്ന ഇൻപുട്ടിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയലിന്റെയും പ്ലാന്റിന്റെയും ട്രീറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നോക്കിയതാണ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡിൽ വരും. അവസാനം കോൺട്രാക്ട് അക്കൗണ്ട് വരും. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ ഇലസ്ട്രേഷൻ 3ഉം 4ഉം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First question നോക്കാം. Building enterprise undertook a contract for the construction of a building on 1st January 2010. The contract price was 6 lakh and the following expenses were incurred. എന്നിട്ട് ലിസ്റ്റ് ഓഫ് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. അതിന്റെ അടിയിൽ എന്താ പറയുന്നത്? The contract was completed on 31st December and the contract price was duly received. കണ്ടോ ഈ ലൈനിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് മനസ്സിലാക്കാനായിട്ട് കോൺട്രാക്ട് കംപ്ലീറ്റഡ് ആണ്. അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ക്വസ്റ്റ്യനിൽ ഒരിക്കലും കംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ മുകളിൽ തരുന്ന ബ്രാക്കറ്റിൽ തന്ന ഈ ഐറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ഈ ടെക്സ്റ്റിൽ ഞാൻ കാണുന്ന ഒരു ഒറ്റ ഡ്രോബാക്ക് അത് മാത്രമേ ഉള്ളൂ. ആ പ്രോബ്ലത്തിലെ എന്താണോ ആ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് അത് ആ ക്വസ്റ്റ്യന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പ്രത്യേകം നിങ്ങൾക്ക് പറയില്ല. നിങ്ങളത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് സ്വയം അത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ടോട്ടലി ഇഗ്നോർ ചെയ്തിട്ട് പഠിക്കണം. നിങ്ങൾ ഇത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പ്രോബ്ലത്തിനെ
നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയുടെ സമയത്ത് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് കംപ്ലീറ്റ് കോൺട്രാക്ട് ആണെന്ന് മനസ്സിലായെന്നുള്ളത് മനസ്സിലാക്കണം. അതിലിപ്പോൾ ഇവിടെ സെന്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ് എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് കേസ് തന്നെയാണ്. പിന്നെ വേറൊരു ലൈൻ കൂടെ അതിനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? കോൺട്രാക്ട് പ്രൈസ് ഇസ് ബീങ് ഡ്യൂലി റിസീവ്ഡ് എന്നും കൂടി എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ തന്ന ഓരോ ഐറ്റംസും എങ്ങനെ കോൺട്രാക്ട് അക്കൗണ്ടിൽ എഴുതും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്താ പറയുന്നത്? മെറ്റീരിയൽസ് പർച്ചേസ്ഡ്. എക്സ്പെൻസ് ആണല്ലോ, എക്സ്പെൻസും ആണ് ഇൻപുട്ടും ആണ്. ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. മെറ്റീരിയൽ പർച്ചേസ്ഡ് ഡെബിറ്റ് സൈഡിൽ എഴുതി. മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ. സ്റ്റോറിൽ നിന്ന് നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് മെറ്റീരിയൽ വന്നു. അപ്പൊ നമ്മൾ അത് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. മെറ്റീരിയൽ റിസീവ്ഡ് ഫ്രം അതർ കോൺട്രാക്ട്. അതും നമ്മുടെ കോൺട്രാക്ടിന് ഉള്ളിലേക്ക് വന്നതാണ്. അതും ഡെബിറ്റ് സൈഡിൽ എഴുതണം. വേജസ് പെയ്ഡ്, അതൊരു എക്സ്പെൻസ് ആണ്. അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതും ഒരു എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ എഴുതണം. പ്ലാന്റ് ഇഷ്യൂഡ് ടു കോൺട്രാക്ട്. പ്ലാന്റ് നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് വന്നു. അതും ഡെബിറ്റ് സൈഡിൽ എഴുതണം. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ. സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ തിരിച്ചുപോയി എന്ന് പറയും. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ, സ്റ്റോറിൽ നിന്നല്ല, കോൺട്രാക്റ്റിൽ നിന്ന് മെറ്റീരിയൽ തിരിച്ച് സ്റ്റോറിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വന്ന സാധനം തിരിച്ചുപോയി. അപ്പൊ നമ്മൾ എവിടെ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ. കണ്ടോ, ഇങ്ങോട്ട് വന്നത് മുഴുവൻ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഈ വന്ന സാധനത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോവാണെങ്കിൽ അത് എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അടുത്ത് മെറ്റീരിയൽ റിട്ടേൺ ടു അതർ കോൺട്രാക്ട്. ഇതും അതന്നെ കേസ്. നമ്മുടെ ഉള്ളിലേക്ക് വന്ന സാധനം നമ്മൾ ഡെബിറ്റിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സാധനം 6000 പുറത്തേക്ക് പോയി. അപ്പൊ ആ 6000 റുപ്പീസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ. മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം തന്നെയാണ്. പക്ഷെ നമ്മളത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് എഴുതുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിയേ, ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ. ഇത് ഞാൻ മെറ്റീരിയലിന്റെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും എന്ന് പറഞ്ഞു. അടുത്ത പ്ലാൻ സ്റ്റോളൻ. സെയിം തിങ്. പ്ലാൻ സ്റ്റോളനും മെറ്റീരിയൽ ലോസ്റ്റും ഒരു ലോസ് ആണ് ഒരു കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ഈ കോൺട്രാക്ട് അക്കൗണ്ട് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? കോൺട്രാക്ടർ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ ലോസ്റ്റും പ്ലാൻ സ്റ്റോളനും ലോസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ലോസിനെ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് പ്ലാൻ സ്റ്റോളൻ 10,000. അത് എന്നിട്ട് ഇത് രണ്ടും പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ്. അതാണ് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ അവർ 13,500 എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം. മെറ്റീരിയൽ ലോസ്റ്റ് 3,500 പുറത്തേക്ക് എഴുതിക്കോളൂ. എഗെയിൻ എഴുതാം ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം. പ്ലാൻ സ്റ്റോളൻ 10,000 റുപ്പീസ് പുറത്തേക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാതെ. അടുത്ത മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അടുത്ത പ്ലാന്റ് അറ്റ് സൈറ്റ്, അതും ക്ലോസിംഗ് ആണ്. അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ട കാരണം നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ എമൗണ്ട് തന്നിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അടുത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൾറെഡി വേജസ് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. അവിടെ നമ്മൾ അത് ആഡ് ചെയ്യുക. വേജസിലേക്ക് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്നിട്ട് എഴുതുക. അല്ല നിങ്ങൾ ഇത് ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് എഴുതിയാലും വിരോധമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പൊ ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് കോൺട്രാക്ട് ആണെങ്കിൽ മാത്രം വരുന്ന ഒരു സ്പെഷ്യൽ എൻട്രി ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? കോൺട്രാക്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ട്. എന്നിട്ട് എന്ത് എമൗണ്ട് എഴുതുക? കോൺട്രാക്ട് പ്രൈസ് ആണ് നമ്മൾ എഴുതുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബൈ കോൺട്രാക്ട് അക്കൗണ്ട്. എന്നിട്ട് കോൺട്രാക്ട് പ്രൈസ്, ക്വസ്റ്റ്യനിൽ കോൺട്രാക്ട് പ്രൈസ് 6 lakh rupees ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ദ കോൺട്രാക്ട് പ്രൈസ് വാസ് 6 lakh. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യന്റെ അവസാനം വേറൊരു കാര്യം പറയുന്നുണ്ട്. കോൺട്രാക്ട് പ്രൈസ് വാസ് ഡ്യൂലി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടിയുടെ കയ്യിൽ നിന്ന് കോൺട്രാക്ടർ പൈസ മുഴുവൻ സ്വീകരിച്ചു. അപ്പൊ ആ എൻട്രിയാണ് നമ്മളിവിടെ എന്ത് എഴുതിയത്? ബൈ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ 6 lakh എഴുതി. നമ്മൾ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക? ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ കൂടുതൽ നോക്കുക? അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി ആൻസർ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ വരുന്നത്. 6,37,500 വരുന്നു. ഞാൻ അതേ ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പൊ ഡിഫറൻസ് ഒരു 1,50,000 ആണ് വരുന്നത്. ആ വരുന്ന 1,50,000 നമുക്ക് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നാൽ ഡിഫറൻസ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരണേന്ന് വെച്ചാൽ ഡിഫറൻസ് ലോസ് ആയിരിക്കും. കാരണം ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നാൽ ഇൻകം ആണ് കൂടുതൽ. ഇൻകം കൂടുതൽ വരുമ്പോൾ
ഡിഫറൻസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ എൻറ്റയർ പ്രോഫിറ്റിനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ. ടു P&L അക്കൗണ്ട്. ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് എഴുതി 1,50,000. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നേരെ ബാലൻസിങ് ഫിഗർ ഒന്നും കൂടി എഴുതി വെക്കാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ അവർ കോൺട്രാക്ട് അക്കൗണ്ടും കൂടി വരയ്ക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം ഇത് കോൺട്രാക്ടറുടെ പുസ്തകമാണ്. കോൺട്രാക്ടറുടെ ബുക്കില് കോൺട്രാക്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരൊറ്റ എൻട്രി വരുന്നത്. എന്താ എൻട്രി? കോൺട്രാക്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ട്. അപ്പൊ അത് എഴുതി കോൺട്രാക്ട് അക്കൗണ്ടിൽ ഇവിടെ എഴുതി ടു കോൺട്രാക്ട് 6 lakh rupees. ഇനി കോൺട്രാക്ടർക്ക് കോൺട്രാക്ടിയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും? കോൺട്രാക്ട് പ്രൈസ് കിട്ടൂലോ. അപ്പൊ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്താ വരിക? ക്യാഷ് വരും. ക്രെഡിറ്റ് ദ ഗിവർ. ആരാ കോൺട്രാക്ടർക്ക് പൈസ കൊടുത്തത്? കോൺട്രാക്ടി. അപ്പൊ എന്താ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ടി. കോൺട്രാക്ട് പ്രൈസ് കിട്ടുമ്പോ കോൺട്രാക്ടറുടെ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ടി. കാരണം കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് കംസ് ഇൻ. ക്രെഡിറ്റ് ദ ഗിവർ, കോൺട്രാക്ടി ഗിവ്സ് ദ മണി. അപ്പൊ കോൺട്രാക്ട് അക്കൗണ്ടിൽ ബൈ ക്യാഷ് 6 lakh rupees. ഇപ്പൊ രണ്ട് സൈഡും ടാലി ആയി. ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇലസ്ട്രേഷൻ 14 കൂടി പറയാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾ ഈ സെന്റൻസ് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ക്വസ്റ്റ്യൻ നേരിട്ട് നോക്കാം. X undertook a contract for constructing a building from Y on 1st January 2010 for a price of 1 lakh. 1 lakh ആണ് കേട്ടോ കോൺട്രാക്ട് പ്രൈസ്. എന്നിട്ട് എക്സ്പെൻസുകളൊക്കെ അവർ തന്നിട്ടുണ്ട്. The contract was completed on 30th June 2010. അപ്പൊ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. കണ്ടോ? ഇപ്പൊ കംപ്ലീറ്റ് കോൺട്രാക്ട് ആണെന്നുള്ള പ്രൂഫ് കിട്ടിയല്ലോ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ഡ്യൂലി റിസീവ്. അപ്പൊ ഈ രണ്ട് സെന്റൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് കംപ്ലീറ്റഡ് കോൺട്രാക്ട് ആണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താ പറയുന്നത്? പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ 10% ഓൺ പ്ലാന്റ്. പ്ലാന്റ് 10% ഡിപ്രീസിയേഷൻ കൊടുക്കണം. ആൻഡ് ചാർജ് ഇൻഡയറക്ട് എക്സ്പെൻസ് 20% ഓൺ വേജസ്. അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആണ്. ഇൻഡയറക്ട് എക്സ്പെൻസിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല, അതും കൂടി വരുന്നുണ്ട്. പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഏതാ? മെറ്റീരിയൽ കൺസ്യൂംഡ്. കൺസ്യൂംഡ് ആണ്. ഈ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. മെറ്റീരിയൽസ് ഇഷ്യൂഡെന്നോ മെറ്റീരിയൽസ് പെർച്ചേസ്ഡ് എന്നോ അല്ല തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെറ്റീരിയൽ ഉപയോഗിച്ചത്. അപ്പൊ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് എന്തായിരിക്കും? ഈ ഉപയോഗിച്ചതിലേക്ക് നമ്മൾ ക്ലോസിംഗ് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് മെറ്റീരിയൽ പർച്ചേസ്ഡ് വരിക. നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ്. അപ്പൊ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് നോട്ടിൽ അവരത് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കാൽക്കുലേഷൻ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്. മെറ്റീരിയൽ കൺസ്യൂംഡ് 30,000ലേക്ക് മെറ്റീരിയൽ ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ആയ 22,000 ആഡ് ചെയ്യുമ്പോഴാണ് യു ഗെറ്റ് മെറ്റീരിയൽ പർച്ചേസ്. ഈ 32,000 പർച്ചേസ് ചെയ്തതില് 30,000 ഉപയോഗിച്ചു, 2,000 ബാക്കിയുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ്ഡ് 32,000 ആണ് എഴുതേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റ് ചിലപ്പോൾ പലരും തെറ്റിക്കും. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ മാർക്ക് വരയ്ക്കുക. മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ മെറ്റീരിയൽ പർച്ചേസിന് എഴുതിയോടത്തും ഒരു സ്റ്റാർ മാർക്ക് വരയ്ക്കുക. മെറ്റീരിയൽ പർച്ചേസ്ഡ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ല ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്, മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. പിന്നെ വേജസ് 45,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. ഡയറക്ട് എക്സ്പെൻസ് 25,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. പ്ലാന്റ് പർച്ചേസ് 20,000 ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് പറയുന്നുണ്ടല്ലോ, 20% ഓഫ് വേജസ് 45,000 ആണ്. അതിന്റെ 20% എന്ന് പറയുമ്പോൾ 9,000 rupees ഇൻഡയറക്ട് എക്സ്പെൻസും ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ എന്താ ഉള്ളത്? മെറ്റീരിയൽ അറ്റ് സൈറ്റും പ്ലാന്റ് അറ്റ് സൈറ്റും. മെറ്റീരിയൽ അറ്റ് സൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഇസ് 2,000. അപ്പൊ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഇസ് 2,000. പ്ലാന്റ് അറ്റ് സൈറ്റ് അത് നമ്മൾ കണ്ടുപിടിക്കണം. 20,000 ആണ് പ്ലാന്റിന്റെ വില. ഡിപ്രീസിയേഷൻ 10% പറയുന്നുണ്ട്. അപ്പൊ അത് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മെറ്റീരിയൽ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? കോസ്റ്റ് 20 ലെസ് ഡിപ്രീസിയേഷൻ 10% 2,000 കുറയ്ക്കുമ്പോൾ 18,000 ആണ് പ്ലാന്റ് അറ്റ് സൈറ്റ്. ഇനി അവസാനം ഒരു എൻട്രിയും കൂടി എഴുതണല്ലോ. അവസാനിക്കല്ലേ കോൺട്രാക്ട്. അപ്പൊ കോൺട്രാക്ട് പ്രൈസ് കൊടുക്കുന്ന എൻട്രി എഴുതണ്ടേ? കോൺട്രാക്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഇവിടെ Y ആണ്. എക്സ് കോൺട്രാക്ടർ, Y കോൺട്രാക്ട്. അപ്പൊ Y's അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൺട്രാക്ട് 1 lakh. കോൺട്രാക്ട് പ്രൈസ് 1 lakh ആണ്.
എഴുതുക. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ കേസിൽ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ 1,31,000 ഡിഫറൻസ് വരുന്നത് ലോസ് ആണ്. അത് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ